ഒന്നും രണ്ടുമല്ല, കാർഷിക മേഖലയ്ക്ക് മുതൽക്കൂട്ടാവുന്ന 50ഓളം യന്ത്രങ്ങൾ വികസിപ്പിച്ച് സംസ്ഥാന പുരസ്കാരം നേടിയതിന്റെ സന്തോഷത്തിലാണ് കോതമംഗലം സ്വദേശി ജോസഫ് പീച്ചനാട്. വയസ്സ് 75. പുതിയ ആശയങ്ങൾ വികസിപ്പിക്കാനുള്ള ത്വര കണ്ടാൽ പ്രായം 17. തേനെടുക്കാൻ, പുല്ലുവെട്ടാൻ, ചക്ക മുറിക്കാൻ, ചക്കച്ചുള വറുക്കാൻ, തേങ്ങ ചിരകാൻ, തേങ്ങാപ്പാൽ പിഴിയാൻ തുടങ്ങി സകലത്തിനുമുള്ള യന്ത്രങ്ങൾ ജോസഫ് സ്വന്തമായി വികസിപ്പിച്ചു. കോഴിത്തീറ്റ നിർമ്മാണത്തിനും വെളിച്ചെണ്ണ നിർമ്മാണത്തിനുമുള്ള പദ്ധതികൾ വേറെ. ഇന്ന് ഏറ്റവും കൂടുതൽ മായം കാണുന്ന വെളിച്ചെണ്ണയിലാണ്. ഈ വില കൂടിയ പിന്നെ അതിൻ്റെ മായം ചേർന്നതിൻ്റെ പെർസെൻറ്റേജ് കണ്ടമാനം വർദ്ധിച്ചു പോയെന്നുള്ളതാണ്. അപ്പോൾ അതിന് പകരമായിട്ട് രോഗികളോ അല്ലെങ്കിൽ കുട്ടികളോ ഉള്ള വലിയവർക്കാണെങ്കിലും മായം ചേരാത്ത വെളിച്ചെണ്ണ നമ്മുടെ വീട്ടിൽ സ്വന്തമായിട്ട് ഉണ്ടാക്കാനുള്ള ഒരു ഉപകരണമാണിത്. കർഷകർ ആവശ്യപ്പെടുന്ന ഏത് ഉപകരണവും കുറഞ്ഞ ചെലവിൽ ജോസഫ് നിർമ്മിക്കും. പണവും സമയവും ചെലവഴിച്ചുള്ള ജോസഫിന്റെ പരീക്ഷണങ്ങൾക്ക് കൂട്ട് ഭാര്യ എൽസമ്മയാണ്. കോതമംഗലത്തിന്റെ കാർഷിക വളർച്ചയിൽ ജോസഫിന്റെ സ്ഥാനം വളരെ വലുതാണ്. കാർഷിക രംഗത്തെ നൂതന ആശയങ്ങൾക്ക് ജോസഫിനെ തേടിയെത്തിയത് കൃഷിവകുപ്പിന്റെ 1 ലക്ഷം രൂപയും ഫലകവും അടങ്ങുന്ന സംസ്ഥാന പുരസ്കാരം. ചിങ്ങം 1-ാം തീയതി സാധാരണ രീതിയിൽ നടത്തുന്ന ഈ കാർഷിക ആഘോഷ പരിപാടിയിൽ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു അവാർഡ് കിട്ടിയതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ഞാൻ ശരിക്കും പറഞ്ഞാൽ പ്രതീക്ഷിച്ചില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും ചിന്തിക്കുന്നത് എന്നൊക്കെ വലിയ വലിയ ആളുകൾ ഉണ്ടാവും എന്നുള്ള രീതിയിലായിരുന്നു. ചെയ്യാൻ വലുതായെന്നല്ല, പക്ഷേ കിട്ടുമെന്നുള്ള ഒരിക്കലും എനിക്ക് പ്രതീക്ഷയില്ലായിരുന്നു. കിട്ടിയതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. എനിക്കൊരു ദേശീയ അവാർഡ് കിട്ടിയതിന് ശേഷം കിട്ടുന്ന ഏറ്റവും വലിയ അവാർഡാണിത്. ഈ കാര്യത്തിൽ എനിക്ക് പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ കയ്യിൽ നിന്ന് അതിൻ്റെ അവാർഡ് വാങ്ങിക്കുക എന്ന് പറയുന്നത് അങ്ങേറ്റവും സന്തോഷമുള്ള കാര്യമാണ്. ഇനിയും എൻ്റെ പ്രവർത്തനം തുറന്നുകൊണ്ടേയിരിക്കും. അതിനുള്ളൊരു പ്രചോദനമായിട്ട് ഞാൻ ഈ അവാർഡിനെ കണക്കാക്കുന്നു. ജോസഫിന്റെ നേട്ടത്തിനൊപ്പം മികച്ച ഫാർമർ പ്രൊഡ്യൂസർ കമ്പനിക്കുള്ള പുരസ്കാരം തട്ടേക്കാട് അഗ്രോ ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനിക്കും ലഭിച്ചതുവഴി കോതമംഗലത്തിന് ഇരട്ടി മധുരമെന്ന് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ പ്രിയാമോൾ തോമസ്. ഈ വർഷത്തെ സംസ്ഥാന കർഷക അവാർഡ് കോതമംഗലം ബ്ലോക്കിന് ഇരട്ടി മധുരമാണ് സമ്മാനിച്ചിരിക്കുന്നത്. 2 അവാർഡുകളാണ് ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത്. തട്ടേക്കാട് അഗ്രോ സംസ്ഥാനത്തെ ഏറ്റവും മികച്ച FPC ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ കാർഷിക രംഗത്തെ നൂതന ആശയങ്ങൾ ഡെവലപ്പ് ചെയ്തതിനുള്ള അവാർഡ് പ്രിയപ്പെട്ട ജോസഫ് ചേട്ടനാണ് ലഭിച്ചിരിക്കുന്നത്. ഇതിൽ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട്. കൂടുതൽ വിജയങ്ങളിലേക്ക് കോതമംഗലം ബ്ലോക്കിന് എത്താൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുകയും ആശംസിക്കുകയും ചെയ്യും. സി മലയാളം ന്യൂസ്, എറണാകുളം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.